ശ്രോതാക്കൾക്കും തിരക്കിൽ അല്പസമയത്തിലേക്ക് ഹാർദമായ സ്വാഗതം. തിരക്കിൽ അല്പസമയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച്, LP ഇൻഷുറൻസ്, ഒപ്പം കേരള സൂപ്പർ മാർക്കറ്റ്, റാസൽ ഖൈമ. നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ നിത്യയാണ്. ഇന്ന് തിരക്കിൽ അല്പസമയത്തിൽ നമ്മുടെ വിഷയം വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ്. അതായത് ഇപ്പോൾ മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഒഴികെ തൊഴിൽ സാധ്യതയിലുള്ള പഠന മേഖലകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കരിയർ ഗൈഡൻസ് എക്സ്പെർട്ടായ ശ്രീമതി ശ്രീവിദ്യ സന്തോഷാണ്. സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ശ്രീവിദ്യ സന്തോഷ്. നമസ്കാരം. ഒരുപാട് സന്തോഷം വീണ്ടും ഈ ഒരു അവസരത്തിൽ എത്തിച്ചേർന്നതിൽ. അവസരത്തിന് ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയുന്നത്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എല്ലാം വളരെ നന്നായി പോകുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൻ്റെ ഒരു സമയമാണ്. റിസൾട്ടൊക്കെ അത് ഔട്ടാവാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും വളരെ ടെൻസ്ഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെന്താ എന്നുള്ളൊരു ഡൗട്ടിൽ. അതെ, ഒരു ആപ്റ്റായിട്ടുള്ള ടൈമിൽ തന്നെയാണ് ശ്രീവിദ്യ ശരിക്കും എത്തിയത്. അതിലാണ് ഞങ്ങൾ നന്ദി പറയുന്നത് ആദ്യം തന്നെ. എനിവേ, എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മെഡിസിൻ, ഇപ്പോൾ അച്ഛനമ്മമാരിപ്പോൾ +2 കഴിയുന്ന കുട്ടികളോട് ഇപ്പോൾ കുട്ടികൾ എക്സാം എഴുതുന്നതിന് പോകുമ്പോഴും ഈ രക്ഷിതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഏതാണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർ ആദ്യമേ ചിന്തിച്ചു കഴിഞ്ഞു, ഇപ്പോൾ +2 കഴിഞ്ഞ് കുട്ടികളെ എന്താക്കണം, എങ്ങനെയാക്കണം, അവർക്ക് ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ആദ്യം അച്ഛനമ്മമാരുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മെഡിസിന് വേണം, അല്ലെങ്കിൽ എൻ്റെ മകനെയോ അല്ലെങ്കിൽ മകളെ ഒരു ഡോക്ടറാക്കണം, ഒരു എഞ്ചിനീയർ ആക്കണം. ഈ നിലയിലായിരിക്കും എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മെഡിസിനും എഞ്ചിനീയറിങ്ങും ഒക്കെ അതല്ലാതെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻട്രൻസ് എക്സാംസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് അറിയാൻ താല്പര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീമതി ശ്രീവിദ്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? മെഡിസിനും എഞ്ചിനീയറിങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകളുടെ ഒരു ജ്വരമായിട്ട് നിലകൊള്ളുന്നു. അതിന് ഏറ്റവും അടുത്ത കാലത്ത് നമുക്ക് പ്രൂഫായിട്ട് കിട്ടിയതാണ് കൊച്ചിയിൽ 10 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നു. യൂണിവേഴ്സിറ്റിയുടെയും കോളേജുകളുടെയും ഒക്കെ പേരിൽ സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടും നിലവാരമില്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുത്തുകൊണ്ടും. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കാരണം ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു പെർട്ടിക്കുലർ കോഴ്സിലേക്കുള്ള ജ്വരം, ഈ പറയുന്ന പോലെ അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അടുത്ത് തപ്പുന്നത് എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ എനിക്ക് കിട്ടാൻ പറ്റുക. അപ്പോൾ അതിങ്ങനെ തപ്പിപ്പോകുമ്പോഴത്തേനും ഇതിനായിട്ട് കട തുറന്നിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ വായിൽ പോയി വീഴും. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ വായിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി പറയും ഇന്നതാണ് ഏറ്റവും നല്ലത്, അവിടെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മെച്ചപ്പെട്ടതാണെന്ന് പറയും. ഒരു വെബ്സൈറ്റൊക്കെ ഇന്ന് ഉണ്ടാക്കാൻ ആർക്കാ പാട്? വെബ്സൈറ്റ് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. അതിനകത്ത് ഒത്തിരി എന്താ പറയണത്, ഫോട്ടോസ് ഉണ്ടാവും, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം വിശ്വസിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ബാങ്കിൽ ലോണിന് അപേക്ഷിച്ച് പൈസയും ഒക്കെ അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ കോളേജ് പോകുമ്പോഴായിരിക്കും കാണുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു കോളേജ് തന്നെ നിലവിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ബാങ്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട്, അതായത് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളിൽ ബാങ്ക് വിജിലൻ്റ് ആകുന്നതുകൊണ്ട് ഒരു പരിധി വരെ. പക്ഷേ അതല്ലാതെ ഉണ്ടാകുന്ന തട്ടിപ്പുകൾ വളരെ കൂടുതലാണ്. ആ തട്ടിപ്പിന് റീസൺ ഈ പറയുന്ന പോലെ ആളുകളുടെ അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു. നേരത്തെ നിത്യ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗും മെഡിസിനും അല്ലാതെ എന്തൊക്കെയാണ് ബാക്കിയുള്ള അവസരങ്ങൾ എന്നുള്ളത് ആളുകൾ അറിയേണ്ടിയിരിക്കുന്നു. അഥവാ എന്തൊക്കെയാണ് മറ്റുള്ള എൻട്രൻസ് പരീക്ഷകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ നാറ്റയെ കുറിച്ച് സംസാരിക്കാം. നാറ്റ എന്ന് പറയുന്നത് BArch എന്ന ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചറിൻ്റെ എൻട്രൻസ് പരീക്ഷയാണ് ശരിക്കും നാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് എഞ്ചിനീയറിംഗ് മെഡിസിൻ്റെ എൻട്രൻസ് പരീക്ഷയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കും JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം. അതൊരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് എക്സാമായ KEA, കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം. ഈ 2 പരീക്ഷകളും നമ്മൾ എപ്പോഴും അറിയുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന എൻട്രൻസ് പരീക്ഷകളാണ്. പക്ഷേ ശരിക്കും കേരള എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷനുകൾക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എന്നാൽ പ്രത്യേകിച്ചൊരു എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട ഒരു എൻട്രൻസ് ആണ് നാറ്റ, അതായത് BArchലേക്കുള്ള പ്രവേശനം, ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ. ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചറിന് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പലരും JEEക്ക് പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടൊരു എക്സാം തന്നെയുണ്ട്. അത് സ്പെഷ്യലി ഫോർ ആർക്കിടെക്ചറാണ്. അതല്ലാതെ ബാക്കി ഏത് കോളേജിൽ, ഇന്ത്യയിൽ എവിടെയുള്ള കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ അംഗീകാരമുള്ള കോളേജുകളിൽ നമ്മൾ പ്രവേശനം നേടണമെങ്കിലും നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന പേരുള്ള നാറ്റ എന്ന പരീക്ഷ നമ്മൾ നിർബന്ധമായും പാസ്സായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ എത്ര ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ പരീക്ഷയിൽ മിനിമം സ്കോർ നേടാതെ നിങ്ങൾക്ക് ഒരു BArch കോളേജിലും പ്രവേശനം കിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളികൾ
ഇപ്പോൾ കേരള എഞ്ചിനീയറിംഗ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന ഫാമിലികൾ പലപ്പോഴും വന്നിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം മുമ്പ് ഒരു മലയാളി ഫാമിലി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ ഓൾറെഡി ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നാലും ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഫൈൻ, ഓക്കെ, നിങ്ങൾ എന്താ അടുത്തത്? ഞങ്ങൾ BArക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തോ ഞങ്ങൾ കേരള എഞ്ചിനീയറിംഗ് എഴുതി കഴിഞ്ഞു. കേരള എഞ്ചിനീയറിംഗിൽ എന്തോ എഴുതിയെന്ന? അല്ല, എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതി. കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ ഇതിന്? ശരിക്കും പറഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല. കേരള എഞ്ചിനീയറിംഗിന്റെ ഓപ്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവണം BArക്ക് എന്നുള്ളത്. ബട്ട് ആ എക്സാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ എഴുതേണ്ട പരീക്ഷ നാറ്റയാണ്. ആ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പൊ ഇതില്ലാണ്ട് ഇപ്പൊ റിസൾട്ട് വരും, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ BArക്കിന് പോകും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ആ ഫാമിലി. അപ്പൊ അവർക്കത് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നാറ്റ എന്ന് പറയുന്ന പരീക്ഷയുടെ സ്കോർ 2 വർഷത്തേക്ക് വാലിഡ് ആണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ പരീക്ഷ ഇപ്പോൾ എഴുതാം. കാരണം ഇത് മറ്റൊരു എൻട്രൻസ് പരീക്ഷ പോലെ വർഷത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ മാത്രം നടക്കുന്ന പരീക്ഷയല്ല. ഈ എക്സാം ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഇത് 2 ഫേസുകളായി നടക്കും. ഏപ്രിൽ ടു മെയ് ഫസ്റ്റ് ഫേസ് ആണ്, ജൂൺ ടു ഓഗസ്റ്റ് സെക്കൻഡ് ഫേസ് ആണ്. അപ്പോൾ ഇതിൽ ഏത് ദിവസം വേണമെങ്കിലും ഓൺലൈനായി ടെസ്റ്റ് സെൻറ്റർ ബുക്ക് ചെയ്തുകൊണ്ട് ഈ 3 മണിക്കൂർ പരീക്ഷ ഏത് കുട്ടികൾക്കും എഴുതാം. ഇതിൽ 2 മണിക്കൂർ ഡ്രോയിങ് ആണ്, ബാക്കിയുള്ള 1 മണിക്കൂർ ആപ്റ്റിറ്റ്യൂഡാണ്. പക്ഷെ എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശരിക്കും വരയ്ക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരു കുട്ടി ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചു പോരേ ഉള്ളൂ, അത് ജയിച്ചു പോരത്തില്ല. പക്ഷെ ശരിക്കും ക്രിയേറ്റിവിറ്റിയുള്ള നല്ലൊരു ഡ്രോയിങ് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം പാസ്സാവാൻ പറ്റും. ഇനി ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും, ഇതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെയാണ് പഠിക്കുന്നതെങ്കിൽ എന്താ കുഴപ്പം, എന്താ ചെയ്യുക? നിങ്ങൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ UAE തന്നെയുള്ള ഏത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയാലും അവിടെയും നാറ്റ മസ്റ്റാണ്. എങ്ങനെ രക്ഷയില്ല, അവിടെയും ഇതില്ലാണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. സോ ഇപ്പൊ 12ൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം GCC കൺട്രീസിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഇപ്പം ജൂണിൽ ക്ലോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റും സമയമുണ്ട്. ഈ ജൂലൈ ഓഗസ്റ്റിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി പരീക്ഷ എഴുതുക, എഴുതിയിട്ട് ആ സ്കോർ കരസ്ഥമാക്കുക. സ്കോർ കരസ്ഥമാക്കി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഇസ് സേഫ്. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ബാക്കി കുറെ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും കുറെ പരീക്ഷ എഴുതുമല്ലോ. അപ്പോൾ അതിനൊക്കെ പോയിട്ട് നിങ്ങൾ വെറുതെ സമയം കളയുമ്പോൾ ഇതിന് കയറി നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട. ഓൾറെഡി യു ആർ ഓൺ എ സേഫർ സൈഡ്. ബിക്കോസ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 4ന്റെ അന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത്ര വേഗമാണ്. ബിക്കോസ് ഇറ്റ്സ് എൻ ഓൺലൈൻ ടെസ്റ്റ്. ഡ്രോയിങ് മാത്രം വരയ്ക്കുകയാണ്, വരച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അവർ സ്കാൻ ചെയ്തത് ഡൽഹിക്ക് അയക്കും. ടെസ്റ്റ് സെന്റർ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ദുബായ് ഒരു ടെസ്റ്റ് സെന്റർ ആണ്. ആക്ച്വലി റാസൽ ഖൈമ ഇസ് എ ടെസ്റ്റ് സെന്റർ. ഡു യു നോ ദാറ്റ്? യെസ്, റാസൽ ഖൈമയും ദുബായും ടെസ്റ്റ് സെന്റർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും 12ാം ക്ലാസ് ഈ കഴിഞ്ഞ വർഷം പാസ്സായ കുട്ടികൾ ഇപ്പോഴും ആർക്കിടെക്ചറിന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ഒരു പിടിപാടില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. സോ ദിസ് ഇസ് 1 എൻട്രൻസ് എക്സാം ഔട്ട് ഓഫ് ദി മെനി. കേട്ടോ, കുറെ ഉള്ളതിൽ ജസ്റ്റ് ഒരെണ്ണം ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. എഞ്ചിനീയറിംഗും മെഡിസിനും പുറമെ ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് ശരിക്കും കൊമേഴ്സ് കുട്ടികൾക്കും പോകാൻ പറ്റും. അതെ, കൊമേഴ്സ് പക്ഷെ നിർബന്ധമായും മാത്സ് എടുത്തിട്ടുണ്ടാവും. കൊമേഴ്സിലെ 4 സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമല്ലോ. എക്കണോമിക്സ് ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ്, പല പല സാധനങ്ങൾ ഉള്ള ഓപ്ഷൻസ് ഉള്ള കൊമേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഈ 4 വിഷയങ്ങളിൽ 4 പ്രധാന വിഷയങ്ങളിൽ, 4 ഉള്ളത്, ബാക്കി ലാംഗ്വേജ് വരും, 4 പ്രധാന സാധനങ്ങളിൽ ഒരെണ്ണമായി നിങ്ങൾ ഒരു ഓപ്ഷനായി എടുത്തിരിക്കുന്ന മാത്തമാറ്റിക്സ് ആണ് എങ്കിൽ നിങ്ങൾ ആർക്കിടെക്ചറിന് എലിജിബിൾ ആണ്. ഇതറിയാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സ് കഴിഞ്ഞ് പലരും എന്നോട് വരാറുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കും, അയ്യോ ഞങ്ങൾ കൊമേഴ്സ് എടുത്തു, ഇനിയിപ്പോൾ കൊമേഴ്സ് എടുത്തപ്പോൾ CAക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പറ്റുന്ന ഐറ്റം അല്ല ഇതെന്ന്. അപ്പോൾ അന്നേരം ഞങ്ങൾക്ക് മാറി ചിന്തിക്കണം. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വേറൊരു ഓപ്ഷൻ വരണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും വിഷമിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. സോ ദിസ് ബിക്കംസ് 1 ഓഫ് യുവർ ഓപ്ഷൻ ഔട്ട് ഓഫ് മെനി. കേട്ടോ, അപ്പോഴും ഞാൻ പറയുന്നു ഇത് പലതുള്ളതിൽ ഒന്നാണ്. അപ്പം നാറ്റ എന്ന് പറഞ്ഞൊരു എക്സാമായി. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ക്ലാറ്റ് ആണ്. ക്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയുടെ എൻട്രൻസ് പരീക്ഷയാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ, കാരണം ഇനി നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതെ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. അതെ, സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതൊക്കെ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളിൽ നിന്ന് മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ശരിക്കും വില്ലൻ അറിവില്ലായ്മ തന്നെയാണ്, അല്ലേ? ആ അറിവില്ലായ്മ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ മനസ്സിൽ വെക്കാതെ വേഗം വിളിക്കുക. തിരക്കിൽ അല്പസമയത്തിലേക്ക് 600-5700 എന്നതാണ് നമ്പർ.
UAE പുറമേ ഉള്ളവർക്ക് 00971 എന്ന കോഡ് കൂടി ചേർത്തുകൊണ്ട് ഈ നമ്പറിലേക്ക് വിളിക്കാം. ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, ഒരു ചെറിയ ഇടവേളയാണ് ഈ സമയം. തിരികെ എത്തുമ്പോൾ ആരെങ്കിലും ഞങ്ങൾക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, 600-57-0000. അപ്പോൾ വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസം എന്ന് ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒഴികെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകളെക്കുറിച്ച്, വിവിധ തരത്തിലുള്ള എൻട്രൻസ് എക്സാംസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോവുക, നിങ്ങളുടെ സംശയങ്ങൾ ആ രീതിയിലേക്ക് തന്നെ വരിക. തിരക്കിൽ അല്പസമയം തുടരുന്നു. തിരക്കിൽ അല്പസമയം തുടരുകയാണ്. റേഡിയോ ഏഷ്യ 1269 AM ജോയ് അൽക്കാസ് എക്സ്ചേഞ്ച്, LP ഇൻഷുറൻസ്, ഒപ്പം കേരള സൂപ്പർ മാർക്കറ്റ്, റാസൽ ഖൈമ ഈ പ്രായോജകർ ചേർന്നാണ് തിരക്കിൽ അല്പസമയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ്. അത് മെയിനായിട്ടും അങ്ങനെയാണെങ്കിൽ പോലും മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഇതൊഴികെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകൾ, വിവിധ തരത്തിലുള്ള എൻട്രൻസ് എക്സാംസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് ഉത്തരം പറയാനായി നിങ്ങൾക്ക് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരിയർ ഗൈഡൻസ് എക്സ്പെർട്ടായ ശ്രീമതി ശ്രീവിദ്യ സന്തോഷാണ്. അപ്പോൾ ആദ്യ ശ്രോതാവിലേക്ക് വരികയാണ്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? എൻ്റെ പേര് അബി. ഹമീദ് അല്ലേ? ഓക്കെ അബി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ റാസൽ ഖൈമ വിളിക്കുന്നത്. റാസൽ ഖൈമയെന്നാണ്. ഓക്കെ, താങ്കൾക്ക് ചോദിക്കാം കേട്ടോ. ശ്രീവിദ്യ സന്തോഷമുണ്ട് ഇവിടെ, ചോദിക്കാം. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ എൻ്റെ മോള് ഇപ്പൊ കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ മറ്റേ ഈ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ശരി. അത് മെഡിസിനും എഞ്ചിനീയറിംഗും എഴുതിയിട്ടുണ്ട്. ശരി. കേന്ദ്രത്തിന്റെ മെഡിസിൻ ഓൺലി. ഓക്കെ. അപ്പൊ അവള് 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ വാങ്ങിച്ച് 10A+ ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്ന അവളാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ കാരണം അവള് എൻട്രൻസ് ഒരു വർഷം പോയിട്ടല്ല, ഈ +2ന്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് ചെയ്തിട്ടാണ് അവൾക്ക് എഴുതിയിട്ടുള്ളത്. ശരി. അപ്പൊ അവൾക്ക് ഇനി അവളൊരു കോൺഫിഡൻസ് ഉണ്ട്, അവൾക്ക് എഞ്ചിനീയറിംഗിൽ ഉറപ്പായിട്ട് കിട്ടുന്നു. മെഡിസിനിൽ ചെറിയൊരു പ്രതീക്ഷയുള്ളൂ. അപ്പൊ ഈ മെഡിസിനിൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വർഷത്തെ കോഴ്സിന് വിടണോ അതല്ലാതെ തന്നെ ചെറിയ റാങ്കിലൊക്കെ വന്നിട്ട് നമുക്ക് ഈ ഫോറസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അങ്ങനെ എന്തോ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള അതായത് കേരള മെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ നമുക്ക് കിട്ടുന്നത് MBBS മാത്രമല്ല. MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് താഴോട്ട് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ആ ഓപ്ഷൻസിൽ കീഴേക്ക് വരുമ്പോൾ നമ്മൾ അഗ്രികൾച്ചറിൻ്റെ ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ, അതായത് ഞാൻ മെഡിസിൻ്റെ എല്ലാം അങ്ങ് വിടുകയാണ്. MBBS, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ, ആ സാധനം എല്ലാം കഴിഞ്ഞ് നമ്മൾ കീഴേക്ക് വരുമ്പോഴത്തേനും അവിടെ നമുക്ക് അഗ്രികൾച്ചറും ഫോറസ്ട്രിയും ഒക്കെ നമുക്ക് ഓപ്ഷനായിട്ട് വരും. ഫോറസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കോളേജ് ഉള്ളത്. BSc ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് അവിടെയുണ്ട്. പക്ഷെ നമ്പർ ഓഫ് സീറ്റ് വളരെ ലിമിറ്റഡ് ആണ് അവിടെ, വളരെ ലിമിറ്റഡ് ആണ്. അതെ, വളരെ വിരളമാണ്. പിന്നെ കേരള മെഡിക്കൽ എൻട്രൻസ് മാത്രമല്ല അതിനുള്ള പ്രവേശന യോഗ്യത. ICAR എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയിട്ടുണ്ടോ മകളെ? ഇല്ല. അവൾക്ക് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്? ICARന്റെ സമയം കഴിഞ്ഞു പോയി. ഈ വർഷം ഇനി പറ്റില്ല. ICARൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ശതമാനം, കേരള മെഡിക്കലിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ശതമാനം, ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BSc ഫോറസ്ട്രിയുടെ സീറ്റുകൾ ഇതാക്കുന്നത്, ഫില്ല് ചെയ്യുന്നത്. അയ്യോ, അത്രേ ഉള്ളൂ, അത്രയൊന്നും ഇല്ല. അതെ അത്രേ ഉള്ളൂ. ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സ് സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ അതേ ഇതിൽ UPSC നടത്തുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് അതേ കാറ്റഗറി തന്നെയാണ് വരുന്നത്, പക്ഷേ എക്സാം ഇതായിട്ടാണ് വരിക. അങ്ങനെ വരുന്നൊരു എക്സാമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നോക്കുന്ന കുട്ടികളാണ് പലപ്പോഴും BSc ഫോറസ്ട്രി എടുക്കുക. അതിനർത്ഥം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമല്ല, വേറെയും കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് മുൻ ലക്ഷ്യമിടുന്നവരാണ് അധികവും ഇതെടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതാനായിട്ട് BSc ഫോറസ്ട്രി തന്നെ പഠിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അത് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ ജനറിക്കായിട്ട് ഇതിനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇതെടുത്ത് ഞാൻ പൊതുവിൽ കണ്ടിട്ടുള്ളത്. ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കിട്ടിയിട്ടുമുണ്ട്. അതെ, ഈ വർഷം ഇനി മറ്റ് എൻട്രൻസ് എക്സാംസ് ഒന്നും ഇനി എഴുതാൻ പറ്റില്ല, അതിൻ്റെ എല്ലാ സമയവും കഴിഞ്ഞു പോയി. ഇനി ആകെ നമുക്ക് വരാനുള്ളത് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എൻട്രൻസ് മാത്രമാണ്. എൻട്രൻസ് അല്ല, അതിൻ്റെ പ്രവേശനത്തിലേക്കുള്ള ഒരു LBSൻ്റെ ഒരു സാധനം വരാനുണ്ട്. ബാക്കിയെല്ലാം ടൈം ഓവറാണ്.
ഓക്കെ എന്തായാലും ഇനി റിസൾട്ട് വരട്ടെ, പിന്നെ ശരി. ആലോചിക്കാം. ഓൾറൈറ്റ്, ഗുഡ് ലക്ക്. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി അടുത്ത ശ്രോതാവാരാണ് നോക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ്. അതിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒഴികെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകളിലാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിക്കുകയാണ്. കാരണം LP ഇൻഷുറൻസ്, ജോയ് അൽക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്, ഒപ്പം നമ്മുടെ കേരള സൂപ്പർ മാർക്കറ്റ്, കേരള ഹൈപ്പർ മാർക്കറ്റ്, റാസൽ ഖൈമയും കൂടി ചേർന്നാണ് തിരക്കിൽ അല്പസമയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. വേഗം വിളിക്കാം 600-5700 എന്ന നമ്പറിലേക്ക്. ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയം വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ് ഞങ്ങൾ മെൻഷൻ ചെയ്തതെങ്കിൽ പോലും മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒഴികെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകളെക്കുറിച്ച്, വിവിധ എൻട്രൻസ് എക്സാംസിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഞാൻ മുബാറക്. എന്താണ്? കൃത്യമായി കേട്ടില്ല. മുബാറക്. ഓക്കെ, മുബാറക് പറഞ്ഞോളൂ. മുബാറക് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ വൈഫിന് വേണ്ടിട്ടാണ്. ഹലോ ഹലോ, സംസാരിച്ചോളൂ. വൈഫ് +2 എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. +2 സയൻസ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ 2 വർഷമായി തുടർന്ന് പഠിക്കാനൊന്നും പോയില്ല. ഇനി എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ +2 സയൻസിൽ വൈഫിന് അതൊരു താല്പര്യം തോന്നുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത് നമുക്കൊരു നല്ലൊരു പെണ്ണൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഏതാന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ. +2 പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതുപോലുള്ള കാറ്റഗറിപ്പെട്ട ഒരുപാട് ലേഡീസ് ദുബായിലും നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. കാരണം പഠിച്ചു കഴിഞ്ഞു, പിന്നീട് ഒരു ഗ്യാപ്പ് വന്നു, കല്യാണം കഴിഞ്ഞ ഒരു ഗ്യാപ്പ് വന്നു, ഇനി അടുത്ത് എന്തെന്നുള്ള ചോദ്യം. ഇതിനകത്ത് നിങ്ങൾ +2 സയൻസ് എടുത്തു എന്നുള്ളത് കൊണ്ട് സയൻസിൽ മാത്രമേ ഒരു ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ് അതുപോലെ സയൻസിലൊരു ഗ്രാജുവേഷൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇടണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് അത്രയും ടൈമും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഏത് കാര്യവും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നമുക്ക് മുന്നിലുണ്ടാവണം. എന്തിനാ പഠിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഇന്നസെന്റ് നമ്മുടെ സിനിമയിൽ ചോദിച്ചത് ഫണ്ണി ആയിട്ടാണ് എങ്കിലും അതൊരു വളരെ അർത്ഥമുള്ള ചോദ്യമായിട്ടോ. എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ ഈ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, ഇപ്പൊ മുബാരക്കിന്റെ ഭാര്യയ്ക്ക് എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഒരു 3-4 ഓപ്ഷൻസ് നമുക്ക് തന്നെ പറഞ്ഞു നോക്കാം. 1, നാട്ടുകാർ ചോദിക്കുമ്പോൾ എന്ത് പഠിച്ചു? ഞാനൊരു ഡിഗ്രിക്കാരിയാണ് എന്ന് പറയണം. 2, എനിക്കൊരു ജോലി വേണം, ആ ജോലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡിഗ്രി എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഡിഗ്രി വേണ്ടത്. 3, എനിക്ക് കുറച്ച് അറിവ് സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഡിഗ്രി എടുക്കാം എന്നുള്ളത് ഉദ്ദേശിച്ചു. അതെ, അതുകൊണ്ട് മാത്രം ഞാൻ ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചു. 3, മിക്കവാറും സ്ത്രീകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഉത്തരം ഇതാണ്. എനിക്ക് പിന്നെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കുട്ടിയൊക്കെ ആയി, കുട്ടി ഒന്ന് ഒന്ന് ഓടി നടക്കാനുള്ള ഒരു പ്രായത്തിലായി, ഇനി എനിക്ക് ജോലിക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പം ആ ജോലി എന്ന് പറയുന്നത് എനിക്കൊരു ഫുൾ ടൈം ഇങ്ങനെ പോയി നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ജോലി എടുക്കാൻ പറ്റും. അപ്പം അതിന് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വേണം, ഇങ്ങനെ പറയാം. സോ ഇതിൽ എന്താണ് മുബാരക്കിന്റെ ഭാര്യയുടെ ആവശ്യം എന്ന് എനിക്കറിയില്ല. ആദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ചോദ്യം എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു. വലിയ ചോദ്യം, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സമയം തന്നിരിക്കും. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറല്ലോ നിത്യ. അത് എന്താ വെച്ചാൽ ആളുകൾ വന്നിട്ട് വെറുതെ വേഗമായിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട്, അടുത്തിന് ഞാൻ എന്താ മകനെ വിടേണ്ടത്? അല്ലെങ്കിൽ കുട്ടികളൊന്ന് ചോദിക്കും, മാഡം അടുത്ത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? എനിക്ക് പെട്ടെന്ന് ജോലി വേണം, അതിനെന്താ പഠിക്കേണ്ടത്? ഞാൻ പറയും കവട് നിരത്താൻ പോണതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പറയാം എന്നേ പറയാൻ പറ്റുള്ളേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. ഇതിന് ഒരുപാട് ആസ്പെക്ട്സ് നമ്മൾ കണക്കിലെടുക്കണം. കുട്ടിയുടെ ഒരു പഠന നിലവാരം എന്താണ്, എന്തിനാണ് പഠിക്കുന്നത്, എത്ര വർഷം ഇനി എനിക്ക് മുൻപിൽ പഠിക്കാൻ ബാക്കിയുണ്ട്. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇനി കൊല്ലാകൊല്ലം ഇങ്ങനെ പഠിച്ചിട്ടിരിക്കാൻ പറ്റില്ല, അവർക്ക് വേഗം ജോലിക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരിക്കും. സോ അത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു ഉത്തരം നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് എല്ലാവരും, മുബാരക്കിനോട് മാത്രമല്ല ഞാൻ പറയണത്, എല്ലാവരും വ്യക്തമായി ആലോചിക്കുക. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം വേണം. ആ ഉത്തരത്തിൽ നിന്ന് വേണം നമ്മൾ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ മനസ്സിലായി കാണും തോന്നുന്നു മുബാറക്കിന്. താങ്കളുടെ വൈഫിനോട് തന്നെ ചോദിക്കുക ഈ ചോദ്യങ്ങളൊക്കെ, എന്നിട്ട് ഒരു ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം. എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി ഇതുപോലൊരു എപ്പിസോഡ് ഉണ്ടാവും, അപ്പോഴും വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഓർമ്മിക്കുകയാണ് 600-5700 എന്ന നമ്പറിലേക്ക്. പിന്നെ UAE പുറമേ ഉള്ളവർക്കാണെങ്കിൽ 00971 എന്ന കോഡ് കൂടി ചേർത്തുകൊണ്ട് വിളിക്കാം. അപ്പോൾ നമ്മുടെ വിഷയം വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ് എന്ന് ഞാൻ എടുത്തു പറയുമ്പോഴും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒഴികെ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള എൻട്രൻസ് എക്സാംസ്.
ഇനി നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് BARC-നെ കുറിച്ചും അതിൻ്റെ എൻട്രൻസ് പരീക്ഷയായ നാറ്റയെ കുറിച്ചുമാണ്. ഇനി അടുത്ത് ഉള്ളൊരു സാധനം പറയാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ക്ലാറ്റ് ആണ്. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷയുണ്ട് നമുക്ക്. ഈ ക്ലാറ്റ് എന്ന പരീക്ഷ ഈ വർഷത്തെ ക്ലാറ്റ് നടന്നത് മെയ് 10-ാം തീയതിയാണ്. അത് 2 ദിവസം മുന്നെയാണ് എക്സാം, ഈ വർഷത്തെ എക്സാം നടന്നത്. ഇത് നാറ്റ പോലെ ഇങ്ങനെ ഓപ്പൺ ഡേയ്സിനകത്ത് നടക്കുന്ന ഒരു എക്സാം അല്ല. മറ്റേത് എൻട്രൻസ് പരീക്ഷയും പോലെ വർഷത്തിലൊരു പ്രാവശ്യം ഒരു ഡേറ്റ് ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്ത് നടക്കുന്ന ഒരു പരീക്ഷയാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. ക്ലാറ്റിൻ്റെ പ്രത്യേകത LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്. അത് വെറും LLB എന്ന് മാത്രം ഇപ്പം പറഞ്ഞുകൂടാ. ഇപ്പം ഇൻറ്റഗ്രേറ്റഡ് LLBs ഒത്തിരിയുണ്ട്. BA LLB ഉണ്ട്, BSc LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSc LLB വരെ ഉണ്ട് കേട്ടോ. BCom LLB, ഓണേഴ്സ് ഇൻ LLB, അങ്ങനെ പല പല സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 16 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ലോയുടെ പ്രവേശനം നടക്കുന്നത് ഈ ഒരൊറ്റ എൻട്രൻസ് പരീക്ഷ വഴിയാണ്. ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം, CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് ബ്രാഞ്ചിൽ പഠിക്കുന്ന കുട്ടികളും ഈ പരീക്ഷ എഴുതാൻ എലിജിബിൾ ആണ്. പക്ഷേ ഇതിന് വേണ്ടൊരു പഠനത്തിനകത്ത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ഒരു ഭാഗമാണ്. അപ്പം 11ലും 12ലും പഠിക്കുന്ന ഒരു പോർഷൻ കൊണ്ട് മാത്രം ഒരു കുട്ടിക്കും ഈ പറയുന്ന പോലെ ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല. അതിനൊരു എക്സ്ട്രാ പഠനം ആവശ്യമാണ്. സർവോപരി ഒരു വർഷത്തെ പേപ്പറിനകത്ത് വരുന്ന സാധനങ്ങളും സാധാരണ നമ്മൾ കോച്ചിങ് ഒക്കെ നടത്തുമ്പോൾ ന്യൂസ് പേപ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇതിനകത്ത് പ്ലേ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പേപ്പർ വായിച്ചിട്ടില്ലാത്തൊരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി വരുന്ന ഒരു വർഷം ശരിക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യാമെങ്കിൽ ക്ലാറ്റിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പ്രധാനപ്പെട്ട 16 ലോ യൂണിവേഴ്സിറ്റികളിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. നമ്മുടെ കേരളത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്ഥാപനം മാത്രമാണ് ഇതിന് കീഴിൽ വരുന്നത്. കൊച്ചിയിൽ ന്യൂവെൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, NUALS, ന്യൂവെൽസ്. ഇന്ത്യയിൽ തന്നെ പ്രാധാന്യമുള്ളൊരു സ്ഥാപനമാണിത്. കൊച്ചിയിലെ ന്യൂവെൽസിലേക്കുള്ള പ്രവേശനവും ശരിക്കും ക്ലാറ്റ് കൊണ്ടാണ്. ക്ലാറ്റിൻ്റെ എൻട്രൻസിൽ ബോണ്ടാണിത്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നമ്മൾ എഴുതേണ്ട പരീക്ഷ എന്ന് പറയുന്നത് ക്ലാറ്റാണ്. അപ്പോൾ ഇനി അടുത്ത കൊല്ലം ഇനി ഇപ്പോൾ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത കൊല്ലം എഴുതാൻ സ്കോപ്പ് ഉണ്ട്. സോ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ വെറുതെ എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്ന് മാത്രം ചിന്തിക്കാതെ ഈ പറഞ്ഞ പോലെ നാറ്റ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ക്ലാറ്റ് എന്ന് പറഞ്ഞ അടുത്തൊരു ഓപ്ഷൻ ഇനിയും ഉണ്ട് ഒരുപാട് വരാനായിട്ട്. അതെ, തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകൾ ഒരുപാടാണ്. ആ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്, നിങ്ങൾ തേടി കണ്ടുപിടിക്കുക. അതെ, അതിന് ശരിക്കും നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ തരാൻ ശ്രീവിദ്യ സന്തോഷിനെ പോലെ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് 600-5700-0000 എന്ന നമ്പറിലേക്കാണ്. ഇപ്പോൾ ഗൾഫ് ന്യൂസ് വാർത്തകൾ ന്യൂസിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയായിരിക്കും. വിളിക്കാൻ മറക്കണ്ട. UAE പുറമേ ഉള്ളവർക്ക് 00971 എന്ന കോഡ് കൂടി ചേർത്തുകൊണ്ട് വിളിക്കാം. തിരക്കിൽ അല്പസമയം തുടരുന്നു. ഇലക്ട്രോണിക്സ്, ഗാർമെന്റ്സ് തുടങ്ങി മലയാളിക്ക് ആവശ്യമായ വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത് മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഒക്കെ ഒഴികെ തൊഴിൽ സാധ്യതയുള്ള മറ്റ് പഠന മേഖലകളെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നസീർ എന്നാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകള് ഇപ്പോൾ +2 പഠിക്കുകയാണ്. ഡ്രോയിങ് ഒക്കെ നന്നായിട്ട് അറിയാം ആൾക്ക്. അപ്പോൾ അവരുടെ ആ കുട്ടിയുടെ ഏറ്റവും ഒരാഗ്രഹം ഫാഷൻ ഡിസൈനർ ആകണമെന്നാണ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് ചോദിക്കുന്നത്. ഫാഷൻ ഡിസൈനർ ആകാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, ഓൾറൈറ്റ്. ഫാഷൻ ഡിസൈനിങ്ങിൽ ഇപ്പോൾ ഈ ഡിസൈനിങ്ങിൽ വരപ്പിൽ നല്ലതാണ് കുട്ടിയെങ്കിൽ നിങ്ങൾ ഡിസൈനിങ് എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഫാഷൻ ഡിസൈനിങ് ആണ്. പക്ഷേ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല കേട്ടോ, ഒത്തിരി ടൈപ്പ് ഓഫ് ഡിസൈനിങ് ഉണ്ട്. ഇന്റീരിയർ ഡിസൈനിങ്, ജുവലറി ഡിസൈനിങ്, എന്തിനധികം ഫുട്വെയർ ഡിസൈനിങ് പോലും ഒരു കോഴ്സാണ് ലൈക്ക് ഫാഷൻ ഡിസൈനിങ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അധികം ഈ കേട്ടുപോയത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറയുമ്പോഴത്തേനും ഫാഷൻ ഡിസൈനിങ് എന്നേ വായിൽ വരുള്ളൂ. അതാണ് കാര്യം. ഓക്കെ, ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തന്നെ വരാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അതുപോലെ മറ്റൊരു സ്ഥാപനമാണ് NIFT ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഈ രണ്ട് സ്ഥലത്തേക്കും 2 ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ് ആണുള്ളത്. NIFTക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, NIDക്ക് വേറെ തന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. പക്ഷേ ഈ എൻട്രൻസ് എക്സാമുകളുടെ എല്ലാം ചോദ്യ പേപ്പറുകൾ, അതിനകത്തുള്ള കോണ്ടന്റ്, സിലബസ് എന്ന് പറയുന്നത് ഏതാണ്ട് സിമിലർ ആണ്. ഏതാണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാം നോട്ട് ഈക്വൽ, പക്ഷെ ഏതാണ്ട് സിമിലർ ആണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞാൽ, നസീറോ? അദ്ദേഹത്തിന്റെ പേര് നസീർ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മകൾക്ക് ഈ പറയുന്ന NIFTയുടെയും NIDയുടെയും എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി മകളെ പ്രിപ്പയർ ചെയ്യിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് വരയ്ക്കാൻ അറിയാന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഓടിച്ചെന്നാൽ എനിക്ക് എക്സാം എഴുതി ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഈവൻ കറണ്ട് അഫയേഴ്സ് വരെ ഉണ്ട് അതിനകത്ത്. സോ അതുകൊണ്ട് ഒരു ഓവറോൾ ഇത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. നല്ല വരയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള
കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടായികയൊന്നുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറയൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം എന്ന് പറയുന്നത് നവംബറാണ്. നവംബർ മാസത്തിലാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വരാൻ പോകുന്നത്. സോ നന്നായിട്ട് കെയർഫുൾ ആവുക. നവംബർ മാസത്തിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ ടൈമാണ്. കാരണം ആളുകൾക്ക് പ്രത്യേകിച്ച് GCC കൺട്രീസിലുള്ളവർ, നമ്മൾ നാട്ടിലൊക്കെ വായിക്കുന്ന പോലെ സ്ഥിരമായിട്ട് രാവിലെ എണീറ്റ് ഉടനെ തന്നെ പേപ്പർ വായിക്കുന്ന ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പേപ്പറിൽ വരുന്നത് മിസ് ഔട്ട് ആകും എന്നുള്ളതാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ആ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ എക്സാമിന് അപ്ലൈ ചെയ്യുക, എഴുതുക. ഇനി ഈ എൻട്രൻസ് പരീക്ഷയിലൊക്കെ തന്നെ ഈ എൻട്രൻസ് പരീക്ഷ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. അതായത് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത് BF ടെക് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി. അതൊരു എഞ്ചിനീയറിംഗ് ലെവൽ കോഴ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ദർ ഇസ് അനദർ കോഴ്സ് കോൾഡ് BDIS, ബാച്ചുലർ ഓഫ് ഡിസൈനിങ്. ഈ ബാച്ചുലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സ് ഇപ്പം കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ആർക്ക് വേണം പറ്റും, ബിക്കോസ് ഇറ്റ്സ് എ ഡിസൈനിങ് കോഴ്സ്. ഇനി NID-യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് പല കാറ്റഗറിയിലാണ് ഇത് കിടക്കുന്നത്. ഇനി വരയ്ക്കുന്ന കുട്ടികൾക്ക് ഐ വുഡ് സേ ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു BARC, രണ്ടാമത്തെ ഓപ്ഷൻ ഈ പറയുന്ന NIFT, NID, മൂന്നാമത് വേറെയും ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ ചിന്തിക്കണം, BFA എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. അങ്ങനെയും ഒരു സാധനമുണ്ട്. അപ്പൊ ഇത് മൂന്നും കോമ്പിനേഷൻ ആയിട്ട് ചിന്തിക്കുക. അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കണം വ്യക്തമായി. അത് അറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് തന്നെ മനസ്സിലാക്കണം, എന്താണ് അതിന്റെ ഗുണം, എന്താണ് അതിന്റെ ദോഷം എന്താണെന്നുള്ളത്. അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം യു ഷുഡ് കം ടു എ കൺക്ലൂഷൻ. ഓക്കെ, ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നസീർ, താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മകളോട് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അതെ. ഇനിയിപ്പോൾ നമുക്ക് ചോദ്യങ്ങളെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 4131-ലൂടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ 4131-ലൂടെ നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. നമ്മൾ പറഞ്ഞു വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസമാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെയുള്ളത് കരിയർ ഗൈഡൻ എക്സ്പെർട്ടായ ശ്രീവിദ്യ സന്തോഷാണ്. വിളിക്കേണ്ട നമ്പർ 600-570000 എന്ന നമ്പറിലേക്കാണ്. ഇനി മറ്റൊരു ചോദ്യമുള്ളൂ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ശരിയായ കോളേജുകൾ തിരഞ്ഞെടുക്കാതെ പോയതുകൊണ്ട് ഒരു കൂട്ടം എത്രയോ അച്ഛനമ്മമാർ, എത്രയോ പേർ ഇപ്പം കഷ്ടപ്പെടുന്നുവെന്ന്. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞത് 100 പേരെ കാണുള്ളൂ, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് പുറത്തറിയുന്നത് 100 ആണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നത് 1000 ആണ്. അപ്പൊ ഇതൊരു ഡേ ടു ഡേ എന്നോണം ഞാൻ കാണുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ദുബായിൽ ഒരു കരിയർ പ്ലാനിങ് സെഷൻ നടത്താറുണ്ട്. അപ്പൊ ഈ വെള്ളിയാഴ്ചകളിൽ എൻ്റെ അടുത്ത് വരുന്നതിൽ ഒരു 10 പേര് വരുമെങ്കിൽ അതിൽ 2 പേര് കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയെങ്കിലും പോയി ചേർന്നിട്ട് അബദ്ധം പറ്റി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കും. ഇത് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. കാരണം കുട്ടികൾ പലപ്പോഴും ആഗ്രഹമായിട്ട് പറയും, എനിക്ക് UK പോകണം, എനിക്ക് US പോകണം, എനിക്ക് കാനഡയ്ക്ക് പോകണം, എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ എന്താ ഉള്ളത്? ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ട് തിരികെ നാട്ടിലേക്ക് വന്നാൽ അതിന് വല്ല വിലയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല, അവരൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ എവിടെന്നെങ്കിലൊക്കെ ലോൺ എടുത്തിട്ട് അങ്ങോട്ട് അയക്കുകയാണേ. അതുപോലെ തന്നെ ഈവൻ ഞാൻ GCC-യില് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷന്റെ ഹബ്ബ് എന്ന് പറയുന്നത് ദുബായാണ്. ഇപ്പോൾ ശരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് GCC-യിലെ മറ്റ് രാജ്യങ്ങൾ, UAE ഒഴികെ മറ്റു രാജ്യക്കാരും കേൾക്കുന്നുണ്ടാവുമല്ലോ. അവർക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പഠിക്കാനുള്ള ഓപ്ഷനുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ കുവൈറ്റ് എന്ത് ചെയ്യും? 12ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി either go to India or go to any other foreign country or come to UAE. ഇത്രേ ഓപ്ഷൻ ഉള്ളൂ നമുക്ക്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഫോറിൻ കൺട്രീസ് ആയാലും ഇന്ത്യ ആയാലും UAE ആയാലും നമ്മൾ ഏതെങ്കിലും ഒരു ഏജന്റിന്റെ അടുത്ത് അങ്ങ് ചെല്ലും. എന്നിട്ട് അവർ പറയും ഓക്കെ ഈ കോളേജാണ് നല്ലത്. കാരണം എന്താ? അവർക്ക് 5 കോളേജുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അതിലേതോ ഒരു കോളേജാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്. ആ കോളേജാണ് ലോകത്തിലെ ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞു കൊടുക്കും. അവരിതങ്ങനെ വിശ്വസിക്കും. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ പറഞ്ഞത് വളരെ നല്ലതാണ്, വളരെ കൃത്യമാണ്. അതേ സംഭവം തന്നെയാണ് ഈ കൊച്ചിയിൽ 10 കോടി രൂപയുടെ തട്ടിപ്പും നടന്നത്. പത്രം വായിക്കുന്നവർക്ക് എല്ലാം ഇപ്പൊ മനസ്സിലായി കാണും. പക്ഷേ ആളുകൾ എന്നാലും പോകും. എന്തുകൊണ്ടാണെന്നറിയോ? അവർ ഫീസ് വാങ്ങത്തില്ല. അതെ, ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നവരുടെ വായ പോയി ചാടും. വായ പോയി ചാടുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? അവര് ഏതോ ഒരു കോളേജ് അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നു എന്നുള്ള കാരണം അവർ അവിടേക്ക് ഫോഴ്സ് ചെയ്യും. ഈ ഫോഴ്സിൽ ഇവരെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു, ഫ്രീ ആയിട്ട് ഞാൻ പോവുകയും ചെയ്തു, എന്നിട്ടും അവരെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങ് ചേരും. അതാണ് ഈ അബദ്ധം പറ്റുന്നത് മുഴുവൻ. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഒത്തിരി കുട്ടികൾ UAE-യിലേക്ക് വരുന്നുണ്ട്. അതറിയുന്നത്തേക്ക് ഒരുപാട് പേര് ഇപ്പം ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റഡീസ്. കാരണം UK-യിലും US-ലും പോയി പഠിക്കുന്ന കുട്ടി പോലും അവസാനം ജോബ് സെർച്ച് ചെയ്യുന്നത് UAE-യിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് UAE ഇപ്പോൾ സ്റ്റഡി ഓപ്ഷൻസ് ആയിട്ട്, കാരണം നമുക്കിപ്പം കനേഡിയൻ, US, UK, ഓസ്ട്രേലിയ, ഇന്ത്യ എല്ലാ സ്ഥലത്തെയും യൂണിവേഴ്സിറ്റീസും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ പലരും UAE ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വിദേശം, അതായത് മറ്റ് രാജ്യങ്ങൾ, മറ്റ് GCC കൺട്രീസിലുള്ള ആൾക്കാർ
ഈ ഒരു കോളേജ് ഇപ്പം ഇഫ് യു ആർ സെലക്ടിങ് UAE ഓർ UK ഓർ US എവിടെ ആയിക്കോട്ടെ, വ്യക്തമായിട്ട് നിങ്ങൾ നേരിട്ട് കാണാതെ ദയവ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എടുത്ത് ചാടരുത്. ഇപ്പൊ UK US ഒക്കെ ആണെങ്കിൽ നമുക്ക് പോയി കണ്ടുപിടിക്കാൻ വലിയ പാടാ, വിസ കിട്ടാൻ തന്നെ വലിയ പാടാ. അറ്റ്ലീസ്റ്റ് UAE ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ വന്ന് കണ്ട് ഇതിൽ എന്താണ് ഓക്കെ തമ്മിൽ ഭേദം ഏതാണെന്നുള്ളത് തീരുമാനിക്കാം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കൺട്രീസിലും ഇപ്പൊ ഇക്വലൻസി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നിങ്ങൾ ഇവിടെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഇപ്പൊ UAE ഒരു കോളേജിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് ഇക്വലൻസി കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാ കോളേജിനും ഇക്വലൻസി കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ, ബന്ധപ്പെട്ട് എന്ന് ഞാൻ പറയുമ്പോൾ കമ്മീഷൻ വാങ്ങാതെ അല്ലാത്തൊരു മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. എന്തിനാണ്? കാരണം എങ്ങനെ പോയാലും നിങ്ങൾ മിനിമം ഒരു 2.5 lakhs നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഫസ്റ്റ് ഇയറിന് വേണ്ടി മാത്രം. ഞാൻ മിനിമൽ എമൗണ്ട് ആണ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ മെഡിസിൻ ഒക്കെ പോയി കഴിഞ്ഞാൽ 80 ലക്ഷം 1 കോടിയൊക്കെയാണ് ഇന്ത്യൻ മണി കണക്ക്. അപ്പോൾ ഇത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരല്പം പൈസ ചെലവാക്കി ഈ കോളേജ് എന്താണ്, നിങ്ങൾ എത്ര ടൂറിന് പോണതാണ്, ആ എക്സ്കർഷന് പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പൈസ നോക്കാറുണ്ട്? അപ്പോൾ ആ സ്ഥിതിക്ക് ഈ കോളേജ് എന്ത് എന്നറിയാനായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നതിന് നിങ്ങൾ എന്തിനാ ഒരു വലിയ ചിലവായിട്ട് കാണുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്ന് പോയി നോക്കൂ. നിങ്ങൾ പോയി നോക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം അനുവദിക്കില്ല അത് മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട്. കാരണം ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു 10-15 പോയിന്റ്സ് ഉണ്ട്. ഈ 15 പോയിന്റ്സ് നിങ്ങൾ ഉറപ്പാക്കണം. അവിടെ ചെന്ന് ആദ്യം നോക്കേണ്ടത് അവിടുത്തെ വാഷ്റൂം അല്ല, അതിന് വൃത്തിയുണ്ടോ, അത് ഭംഗിയുണ്ടോ. ദാറ്റ് ഇസ് നോട്ട് ദ ക്രൈറ്റീരിയ. പലപ്പോഴും NRIs ചെയ്യുന്ന ഒരു ഇതാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ബാത്റൂം വേണം, ആ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് പോയിട്ട് ശീലമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ പ്രധാനമാണ്. ആയിക്കോട്ടെ, ബട്ട് അതർ ദാൻ ദാറ്റ് there are a lot of other factors including faculties and facilities. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം പറഞ്ഞ പോലെ 2.5 ലക്ഷം ആയിക്കോട്ടെ 80 ലക്ഷം ആയിക്കോട്ടെ എത്ര തന്നെയല്ലേ പണം നഷ്ടപ്പെടുന്നു, അത് സത്യമാണ്. അതിനേക്കാൾ ഉപരി മക്കളുടെ ഭാവി കൂടി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ നല്ല കോളേജസ് മാത്രം സെലക്ട് ചെയ്യുക അല്ലേ. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്, വേഗം തിരികെ എത്താം. വിളിക്കേണ്ട നമ്പർ ഓർപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾ എത്തണം. കാരണം അറിയാത്ത ഒരുപാട് മേഖലകളുണ്ട്, അറിയാനുള്ള ഒരു അവസരമാണിത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വിളിക്കേണ്ട നമ്പർ ഓർപ്പിച്ചുകൊണ്ട് ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. 657-0000 എന്ന നമ്പറിലേക്ക്. തിരക്കിൽ അല്പസമയം തുടരുന്നു. തിരക്കിൽ അല്പസമയം തുടരുകയാണ്. റേഡിയോ ഏഷ്യ 1269 AM തിരക്കിൽ അല്പസമയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്. ഒപ്പം LP ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വിളിക്കൂ 05533533679. ഒപ്പം കേരള ഹൈപ്പർ മാർക്കറ്റ് റാസൽ ഖൈമ 37 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമുക്കൊപ്പമുണ്ട് കേരള ഹൈപ്പർ മാർക്കറ്റ് റാസൽ ഖൈമ. അപ്പോൾ തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികളിലെ ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. പക്ഷേ ഇനിയും കിടക്കുന്ന ഒരുപാട് ദൂരം അല്ലേ. ഒരു വലിയ സാഗരമാണ്. പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ അറ്റത്ത് അന്തിച്ചു നിൽക്കുന്ന കുട്ടികളാണ്. എന്തായാലും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരു കോള്. ശരി. ഹലോ. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ വിളിച്ചുകൊണ്ടിരുന്നല്ലേ വെച്ചു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? എന്താണ് പേര്? കുറച്ചുകൂടെ ഉറക്കെ പറയൂ. ഹലോ, പേര് പറയൂ. ഷാക്കിറ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ഷാർജയിൽ വിളിക്കുന്നു. ശരി, എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ M.Com ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിരുന്നു. ഓക്കെ, അതില് പിന്നെ എന്റെ റിസൾട്ട് വന്നു, 2 സബ്ജക്റ്റിൽ ഫെയിൽഡ് ആണ്. ഓക്കെ. പിന്നെ ഞാൻ ക്ലാസ്സിന് പോയിരുന്നു, പിന്നെ സെക്കൻഡ് ഇയർ എക്സാം എഴുതില്ല. പറഞ്ഞോളൂ. ഹലോ, കട്ടായോ? കോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മാത്രമല്ല അതൊരു ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ചോദ്യം ഇതായിരുന്നിരിക്കും. M.Com എഴുതി 2 പേപ്പർ ഫെയിലായി, കുറച്ച് വർഷവും ഗ്യാപ്പും വന്നിട്ടുണ്ടാവും. ഇനി അടുത്തത് തിരിച്ചെടുക്കാൻ പറ്റുമോ, അത് വീണ്ടും പോയി എഴുതാൻ പറ്റുമോ എന്നുള്ളതായിരിക്കണം ചോദ്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് 1 വർഷമെങ്കിലും നമ്മൾ എക്സാം ഫീ അടയ്ക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ആദ്യം നിന്ന് പോകേണ്ടി വരും. പലതും നമുക്ക് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഇതിന്റെ നിയമങ്ങൾ ഡിഫറെന്റ് ആണ്.
ഇപ്പം ഷാക്കിറ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. യെസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വിഷയത്തിൽ നിന്നും മാറിപ്പോകരുത്, വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചോദിക്കണം. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പം മെഡിസിൻ, എഞ്ചിനീയറിംഗ് അതൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ പോയി ഉപദേശങ്ങളൊക്കെ തേടാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അതിനപ്പുറമുള്ള ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലകളുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതണം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. വിളിക്കാം 600-57-0000. ഇനി നമ്മൾ കുറേ എൻട്രൻസിനെ കുറിച്ച് സംസാരിച്ചു. നാറ്റയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ക്ലാറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ NIFT NID എൻട്രൻസ് എക്സാംസിനെ കുറിച്ച് പറഞ്ഞു. ഇനി വിട്ടുപോകാതെ ഞാൻ മലയാളികളെ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു എൻട്രൻസ് പരീക്ഷ NDA ആണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. നമ്മുടെ കുട്ടികൾക്ക് എന്താ പട്ടാളത്തിൽ പോകാൻ പറ്റാത്ത, എന്താ നേവി പറ്റാത്ത, എന്താ എയർഫോഴ്സ് പറ്റാത്ത? ഒരിടക്കാലത്ത് ഭയങ്കര പട്ടാള ചിന്തയായിരുന്നു, പിന്നെ അതൊക്കെ അങ്ങ് മാഞ്ഞു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് 12th കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഡയറക്റ്റ് എൻട്രൻസ് പരീക്ഷയുണ്ട്. ആൺകുട്ടികൾക്കാണത് പറ്റുക. ആ എൻട്രൻസ് പരീക്ഷയുടെ പേര് NDA എന്നാണ്, നാഷണൽ ഡിഫൻസ് അക്കാഡമി. നമ്മുടെ കുട്ടികള് വിദേശത്ത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ആ എക്സാം എഴുതാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. 12th കഴിഞ്ഞിട്ട് NDA എന്ന് പറഞ്ഞൊരു എൻട്രൻസ് പരീക്ഷ. ഡിസംബറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും, ഏപ്രിൽ മാസത്തിലാണ് ഇതിന്റെ എക്സാം നടക്കുക. വർഷത്തിൽ 2 പ്രാവശ്യം ഈ എക്സാം നടക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ 12th പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏജ് കൂടി അതിന് മാച്ച് ആവണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷനും ഏപ്രിൽ നടക്കുന്ന പരീക്ഷയുമാണ് ഇവർ എഴുതേണ്ടത്. ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആർമി, നേവി, എയർഫോഴ്സിലേക്കുള്ള എൻട്രി. ഇതിൽ ആർമിക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ട് ക്രൈറ്റീരിയ ഇല്ല. ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ ആർക്ക് വേണമെങ്കിലും ആർമി ഇത് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും സ്പെസിഫിക്കലി പറയുന്നുണ്ട് അവർക്ക് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ അതിനകത്തുണ്ട്. അപ്പോൾ സയൻസുകാർക്ക് നേവി ആൻഡ് എയർഫോഴ്സ്, ബാക്കിയുള്ളവർക്ക് ആർമി. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് NDA എന്ന് പറഞ്ഞൊരു പരീക്ഷ ദയവ് ഇത് ഓർമ്മിക്കുക, നാഷണൽ ഡിഫൻസ് അക്കാഡമി. ആൺകുട്ടികൾക്ക് പറ്റുന്ന വളരെ ഇതായിട്ടുള്ള ഒരു എൻട്രൻസ് പരീക്ഷയാണ്. ഇതിനെക്കുറിച്ച് ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രൻസിന് വേണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് 12th ആദ്യം തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കിത് കിട്ടാവുന്നതാണ്. യെസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ. എനിക്ക് തോന്നുന്നു വിളിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, ചോദിക്കാനുണ്ടാകും. മക്കളുടെ കാര്യമാണ്, മക്കളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ തലവേദനയായിട്ട് കൊണ്ടു നടക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. അങ്ങനെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കരിയർ എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വിളിക്കാം. ശ്രീവിദ്യ സന്തോഷിൻ്റെ നമ്പർ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇവിടുത്തെ നമ്പർ 055-185-6561. ഒരിക്കൽ കൂടി, അത് ഒന്നുകൂടി ഓർമ്മിക്കാൻ എളുപ്പം ഇങ്ങനെ പറയാനായിരിക്കും. 055-185-56561. ഓ ഈസി. അതാണ് ഓർമ്മിക്കാൻ എളുപ്പം. 055-185-56561. സിമ്പിൾ നമ്പറാണ്, ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. വിളിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വിളിക്കുന്നതിനേക്കാൾ സന്തോഷം വാട്സാപ്പ് ചെയ്താലായിരിക്കും. എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ല. ബട്ട് വാട്സാപ്പിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്തിട്ടിരുന്നാൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ അതിന് മറുപടി അയക്കുകയോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചതിനൊരു വാട്സാപ്പ് ഇടുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. സോ ഇത് ലൈക്ക് ഞാൻ ഈ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. സോ ലൈക്ക് ഈ നമ്പറിൽ ഞാൻ അവൈലബിൾ ആണ്. ഓക്കെ. ഇന്ത്യയിൽ എൻ്റെ നമ്പർ ആക്ച്വലി ഞാൻ പറഞ്ഞു തരാം. 9544 9544 ഈസി നമ്പറാണ് അതും. 9544 അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ വളരെ ഇന്ത്യയിലെ നമ്പർ വളരെ കോംപ്ലിക്കേറ്റഡ് നമ്പർ ആയിരുന്നു. ഒരിക്കൽ ഈ സർവീസ് പ്രൊവൈഡറിന്റെ ഹെഡ് എൻ്റെ ഒരു കരിയർ പ്ലാനിങ് സെഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ഞാൻ നമ്പർ പറഞ്ഞപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് നമ്പർ. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ ഈ നമ്പർ ഒന്ന് വച്ചാൽ പോരുത്, മനുഷ്യന് ഓർമ്മിക്കാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്ത് തന്ന നമ്പറാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിളിക്കാനും ഈസി. അതെ വിളിക്കാനും. ശ്രീവിദ്യ സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനി ഇതുപോലൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതെ, ഇന്ത്യ നമ്പറിൽ ഇപ്പോൾ വിളിച്ചു കളയരുത്, കാരണം ഞാൻ ഇവിടെയാണ് UAE-യിലാണുള്ളത്. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നത്. താങ്ക് യു. അപ്പോൾ ശ്രീവിദ്യ സന്തോഷാണ് നമുക്കൊപ്പം ചേർന്നത്, കരിയർ ഗൈഡൻസ് എക്സ്പെർട്ട് ശ്രീവിദ്യ സന്തോഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം തൊഴിൽ സാധ്യതയുള്ള പഠനമേഖല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചു. ഇതുപോലെ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും എത്താം ഇതുപോലെ ഒരു വിഷയവുമായിട്ട്. ഏവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് തിരക്കിൽ അല്പസമയത്തിൽ നിന്നും ഞാൻ നിത്യ വിട പറയുന്നു. നന്ദി, നമസ്കാരം. തിരക്കിൽ അല്പസമയം. റേഡിയോ ഏഷ്യ 1269